എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൻ്റെ ലെവലാണ് കേട്ടോ. കുംബ്ലിംഗ്ല പാസ് കയറുന്നില്ല കേട്ടോ. വണ്ടി വെയിറ്റ് കൊണ്ട് വണ്ടിയുടെ എന്നാ പറയണ്ടേ എയർ ഫിൽറ്റർ കിടന്ന് അടച്ചുകൊണ്ടിരിക്കും. അപ്പം വിക്കിന് അവിടെ ഇറക്കി വിട്ട് നടന്നു വരേണ്ട അവസ്ഥയായി പോയി. വെച്ചാൽ അവിടെ ഓക്സിജൻ കുറവായിട്ട് നടക്കാനും പറ്റാത്തില്ല, ഭയങ്കര റിസ്ക് ആയിരിക്കും ഗായ്സ്. അപ്പം നിങ്ങളൊക്കെ വരുമ്പം മാക്സിമം ഫുൾ സേഫ്റ്റി ആയിട്ട് മാത്രം വരും കേട്ടോ. അതുകൊണ്ട് മാത്രമേ ആർമി കയറ്റി വിടാത്ത, സഹിക്കാൻ പറ്റത്തില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉംലിംഗ പാസിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പം രാത്രി കയറ്റി വിടൂല. അപ്പം ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്തു കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ഈ കാണുന്ന ഈ റൂമിൻ്റെ അകത്തോട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ആരാ നിർത്തിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ റൂമൊക്കെ തന്നു. അപ്പം രാവിലെ എണീറ്റപ്പം നമുക്ക് രാവിലെ ചായ കിട്ടുന്നു. ആരാ നിർത്തില്ല, ഇവിടെ ഉള്ള സോഷ്യൽ വർക്കേഴ്സ് കേട്ടോ, ചായ കിട്ടുന്നു. പിന്നെ നമുക്ക് രാവിലെ ആർമിക്കാർ വന്ന് നമുക്ക് ജ്യൂസൊക്കെ തന്നു കേട്ടോ. ഇതൊക്കെ രാവിലെ 2 ജ്യൂസ്, ഒരു കർണാടകത്തെ ഒരു അണ്ണനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് ജ്യൂസ് എല്ലാം തന്നു കേട്ടോ. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. രാവിലെ ഇപ്പോൾ ഇവിടെ ഒരു മാഗിയൊക്കെ കഴിച്ചു. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഏകദേശം 16,000 ഫീറ്റ് ആട്ടോ ഞങ്ങൾ ഹൈറ്റിലാണ്. ഒത്തിരി ഓടിപ്പോയാൽ ഞങ്ങൾക്ക് ശ്വാസമൊന്നും കിട്ടില്ല, ശ്വാസം ഭയങ്കരമായിട്ട് മുട്ടും. അപ്പോൾ പറഞ്ഞു ഒത്തിരി ഓടാൻ പാടില്ല, പതുക്കെ വേണം നടക്കാൻ, ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്വാസം കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഓടിയൊക്കെ നോക്കിയപ്പം ശ്വാസമൊന്നും കിട്ടുന്നേ ഇല്ല, നല്ല പാടാണ്. അപ്പം ഇന്ന് ഞങ്ങൾ നേരെ ഉംലിംഗ പാസിലോട്ട് തിരിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ഒരു വൈകുന്നേരത്തേക്കുള്ളിൽ ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങണം. അവിടെ ഓക്സിജൻ ഒട്ടുമില്ല. ഓക്സിജൻ 2 ഓക്സിജൻ ബാഗൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഓരോ സപ്പോർട്ട് പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാണ്. ഞങ്ങളായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് കയറുന്നത്, ഇതുവരെ ആരും കയറ്റി വിട്ടിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിനി മോട്ടോ വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് തിരിച്ചു. ഇന്നിവിടെ ഒരു ആർമി മെഡിക്കലൊക്കെ കാണുന്നുണ്ട്. മൊത്തം ആർമി കൺട്രോളാണ് ഇവിടെ, മൊത്തം ആർമിക്കാർ മാത്രമേ ഉള്ളൂ. അപ്പുറം ദൂരെ ഒരു മല കാണുന്നുണ്ടോ, അത് ചൈന കേട്ടോ. ശ്വാസം മുട്ടും കേട്ടോ ഇവിടെ, മൊത്തം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു തന്നെ. അപ്പോൾ ഇതൊരു ഗ്രാമം കേട്ടോ, ചെറിയൊരു ഗ്രാമം. അപ്പം രാവിലെ നമ്മളിവിടുന്ന് ഇങ്ങനെ ഉംലിംഗ പാസിലോട്ട് വണ്ടി തിരിച്ചു. ആർമിക്കാരൊന്ന് ജ്യൂസൊക്കെ തന്നുകൊണ്ട് ഭയങ്കര സന്തോഷം. ആപ്പിൾ ജ്യൂസ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ തന്നു കേട്ടോ. പ്രൊജക്റ്റിംഗ് താങ്ക്സ്, വെൽക്കം ടു KP റോഡ് കോവില. ഓക്കെ, ഹൺലേ. അപ്പം ഇതാട്ടോ ഇവിടെ ഗ്രാമം. നിങ്ങൾ അപ്പുറത്ത് കാണുന്ന മൊത്തം ചൈന കേട്ടോ. ചൈന ബോർഡറിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ അല്ലേ, 3 കിലോമീറ്ററിന് അപ്പുറത്ത് ചൈന ബോർഡറാണ്. കാണുമ്പോൾ അടുത്ത് കാണുന്ന പോലെ തോന്നും, പക്ഷേ 3 കിലോമീറ്റർ ഉണ്ട്. ഇന്നലെ രാത്രി വീണ സ്നോ കേട്ടോ, അത് മൊത്തം കാണും നിങ്ങൾ. മഞ്ഞിൻ്റെ മല കണ്ടോ, ഇന്നലെ മൊത്തം രാത്രി പെയ്ത സ്നോയാണ്. -4 വരെ 3 വരെ എന്തോ പോയെന്ന് തോന്നുന്നു. രാവിലെ ഒരു നദിയെടുത്ത് പോകുമ്പോൾ മൊത്തം ഐസ് കട്ടയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം നമ്മളിന്ന് പോകുന്നത് നേരെ ഉംലിംഗ പാസിലോട്ടായിരിക്കും ഗായ്സ്. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഓടിച്ചു കേട്ടോ. അപ്പം ഇനി അടുത്തൊരു ചെസ്മുള്ള എന്ന് പറഞ്ഞൊരു സ്ഥലം വരും കേട്ടോ. ചെസ്മുല്ല എന്ന് പറയുന്ന ഒരു ആർമി ക്യാമ്പിൽ നിന്ന് ഒരു പാലമുണ്ട്. പാലത്തിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നതാണ് നമുക്ക് ഉംലിംഗ പാസിലോട്ട് പോകുന്ന വഴി. റിസ്ക്കാന്ന് പറഞ്ഞു. ആർമിക്കാരെ കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉംലിംഗ പാസ് അല്ലെന്ന് പറയണം, എന്നാലേ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ കുറേ പേര്. ഉംലിംഗ പാസ് നോക്കാം, പക്ഷെ അത്ര വലിയ ചെക്കിങ് കാണൂലെന്ന് പറഞ്ഞു. ഈ വഴി ആയതുകൊണ്ട് ഇന്നലെ മൊത്തം ഓഫ് റോഡ് കാട് വഴിയൊക്കെ ഓടിച്ചു വന്നേ. മെയിൻ റോഡിൽ വന്നാൽ നമ്മൾ കയറ്റി വിടത്തേ ഇല്ല. ഈ വഴി വന്നാൽ കയറ്റി വിടും. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ പോലും ഉംലിംഗ പാസ് നടത്തി വിടും, നിങ്ങൾക്ക് മാപ്പ് കാണിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് എന്തോരം പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെസ്മുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് ബാക്കി എങ്ങനെയാണ് സിറ്റുവേഷൻ നോക്കിയിട്ട് ബാക്കി നമുക്ക് പറയാം, പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പറ്റിയെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഒത്തിരി മുഞ്ചലായി പോവും. ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വലിയ ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡിലോട്ടാണ് കേട്ടോ. ഒറ്റ വണ്ടിയില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഈ അയ്യോ വണ്ടിയുടെ മിസ്സിങ് കണ്ടോ, വണ്ടി കയറുന്നില്ല. വണ്ടി കയറുന്നില്ല കേട്ടോ. വണ്ടി കയറുന്നില്ല, മിസ്സിങ് ഉണ്ടോ. ഇത് മൊത്തം നിങ്ങൾ കാണുന്ന നദിയാണ് കേട്ടോ. നല്ല റിസ്ക്. കയറ് മിസ്സിങ് ഉണ്ടോ, എന്നാ മിസ്സിങ് ആണ്. അതങ്ങനെയാണ്, ഹൈയസ്റ്റിലോട്ട് കയറുമ്പോൾ പ്രഷർ കുറയും വണ്ടിയുടെ. കയറ്. ഓക്കെ, യുവർ സേഫ്റ്റി അവർ പ്രയോറിറ്റി. ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് നദിയാണ് കേട്ടോ. നദി ഉറച്ച് കിടക്കുന്ന അതുപോലെ മൈനസാണ് ഇവിടെയൊക്കെ. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നതെല്ലാം മൈനസാണ്, സംസാരിക്കാൻ പറ്റില്ല. കൈ രണ്ടും മറച്ചിരിക്കുക.
നമ്മൾ മാത്രം ഇതിന് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ 2022 ഫസ്റ്റായിട്ട് എന്നാ പറയണ്ടേ ഹയസ്റ്റ് മോട്ടോറബിൾ ഓടി വന്നത് ഈ 2 ബജാജ് 200 NS ആയിരിക്കും. റസാഖിന് വണ്ടി കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയൊക്കെ കയറ്റി കൊണ്ടുവരണം. ട്രൈ മൈ ബെസ്റ്റ്, നോക്കാം എങ്ങനെയാണെങ്കിലും. വണ്ടി കയറി പോകുന്നത് നല്ല റിസ്ക്കിലാണ് കേട്ടോ, വണ്ടി കയറാൻ നല്ല പാടാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പോകുന്ന വഴി കണ്ടിന്യൂ ആവേ. സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനർജി ഫുള്ളും പോകും. അവർ പറഞ്ഞു ഒത്തിരി സംസാരിക്കല്ലേ, പതുക്കെ വേണം പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഗായ്സ്, അപ്പം നിങ്ങളൊക്കെ വരുമ്പം മാക്സിമം ഫുൾ സേഫ്റ്റി ആയിട്ട് മാത്രം വരും കേട്ടോ. അതുകൊണ്ട് മാത്രമേ ആർമി കയറ്റി വിടാത്ത, സഹിക്കാൻ പറ്റത്തില്ല. എല്ല് മൊത്തം വേദന എടുക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ എടുക്കുന്ന സത്യം പറഞ്ഞ ഒരു ലൈഫ് റിസ്ക് കേട്ടോ. നോക്കി താഴെ കൂടെ ഒഴുകുന്ന മൊത്തം നദി വരെ ഫ്രീസ് ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊരു അവസ്ഥ കൊടുത്തു നോക്കി എങ്ങനെയായിരിക്കും തണുപ്പ്. ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അകത്ത് എല്ലില്ലേ, ഓരോ എല്ല് പാർട്സായിട്ട് വേദന എടുക്കും. അതുപോലെ വേദന എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം സേഫ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. സേഫ്റ്റി കയറ്റി വിടത്തില്ല ആർമിക്കാർ മെയിനായിട്ട്, അതുകൊണ്ടായിരിക്കും കയറ്റി വിടാത്തത്. ഇത്രയും നേരമായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായി ഞങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നിങ്ങൾ ഒരു വണ്ടി കണ്ടോ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ അലോഡല്ല നല്ല എപ്പോഴും അലോഡല്ല. നല്ല വെയിൽ ഉള്ളപ്പോൾ, ഇതേകദേശം വെയിൽ സമ്മറാണ്, പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഐസ് കട്ടയാണ്. വണ്ടി കയറുന്നില്ല, വണ്ടി മുക്കിയാണ് കയറുന്നത്. ഇത് ഹൈറ്റല്ല, ഹൈറ്റാണ് വണ്ടി, റോഡ് നിരപ്പാണ്. പക്ഷേ ഹൈറ്റ് കൂടുമ്പോൾ വണ്ടിയുടെ പ്രഷർ കുറയുന്നതുകൊണ്ട് കയറി പോകുന്നില്ല. അതാണ് കുഴപ്പം. എങ്ങനെ റിട്ടേൺ വന്നാൽ മതി എന്ന് പോയിട്ട് പെട്ടെന്ന് ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. നിങ്ങൾ മാക്സിമം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, എനർജി ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ബൈക്കിലൊക്കെ വരുന്നത് നല്ല റിസ്ക് ആട്ടോ ഇവിടെ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, റോഡ് പൊക്കോണ്ടേയിരിക്കുക. കയറുന്നില്ല വണ്ടി, കണ്ടോ. കയറ് മിസ്സിങ്, അതാണ് കുഴപ്പം. താഴോട്ട് മിസ്സിങ് കാണില്ല, മുകളിലോട്ട് കയറുമ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കും. നോക്കി സൈഡ് മൊത്തം ഐസ് കട്ട കിടക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, ഐസ് കട്ട കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ മിസ്സിങ്. കയറ്. ഫസ്റ്റ് വ്യൂ ഓഫ് ദ ഉംലിംഗ്ല ഗൈസ്. അപ്പോൾ ഇതാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വ്യൂ ഓഫ് ഉംലിംഗ്ല ഫസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ ആയതേ ഉള്ളൂ. അപ്പോൾ അയ്യോ, ഫസ്റ്റ് ഇട്ടിട്ട് തിരിയത്തുള്ളൂ വണ്ടിയൊക്കെ. നിന്നാന്ന് വെച്ചാൽ വണ്ടി നിന്നാൽ പിന്നെ മൂഞ്ചി, പിന്നെ വണ്ടി കയറത്തേ ഇല്ല. നോക്കിയാൽ വണ്ടി ഇപ്പോഴേ ഫസ്റ്റിലാണ്. നോക്കിയാൽ മിസ്സിങ്, പ്രഷർ കുറയുന്നുണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് വ്യൂ ഓഫ് ഉംലിംഗ്ല ഇതാ കേട്ടോ. ഐസ് കട്ടയൊക്കെ ചെറുതായിട്ടൊക്കെ കലുത്തെടുത്ത് തുടങ്ങുന്നു. വണ്ടി കയറുന്നില്ല. 19,300 ഫീറ്റ് ചുമ്മാ കൊടുക്കത്തില്ലല്ലോ അല്ലേ. നമ്മൾ ആ മുകളിലത്തെ റോഡിലൊക്കെ പോകണമെന്ന് തോന്നുന്നു. കയറ്. കയറുന്നില്ല കേട്ടോ വണ്ടി. വണ്ടിയുടെ സ്പീഡോമീറ്ററും പൊട്ടിപ്പോയെന്നല്ല, അതെന്തോ പറ്റി. ഇതാണ് ഉംലിംഗ്ലയുടെ ഫസ്റ്റ് വ്യൂ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ, കാണാൻ അടിപൊളിയാണ്. പക്ഷേ അത്രയും വണ്ടിക്ക് വെയിറ്റും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കയറാൻ നല്ല പാടാ. അവന്മാരെ കാണുന്നില്ല കേട്ടോ താഴെ. ബാക്കി ഗൈസ് അപ്പോൾ പോയിട്ട് കണ്ടിന്യൂ ആവേ. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ കാണുന്നതല്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? യു ആർ നൗ ഹയർ ദാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൻ്റെ ലെവലാണ് കേട്ടോ. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. നോക്കി, എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് ഈ തണുപ്പായിരിക്കും. അയ്യോ, നമ്മളെ കൊണ്ട് ഇത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. റസാഖിൻ്റെ വണ്ടിയൊക്കെ പകുതി പോലും എത്തിയിട്ടില്ലായിരിക്കും. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തണുപ്പാണ്. അപ്പം ഇതാണ് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കേട്ടോ. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം വാങ്ങിച്ച്.
ഓക്കെ, അപ്പം ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഹൈറ്റ് ആട്ടോ. ഇപ്പം ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാട്ടോ. ரொம்ப പ്രശ്നം നമുക്ക് ഗായ്സ്. അപ്പം ഇവിടെ നമുക്കിനി നേരെ ടോപ്പിലോട്ട് പോകും. ഓക്കെ, ബൈ 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 ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ ഫൈനലി ഉംബ്ലിംഗ്ല പാസ് കയറുന്നില്ല കേട്ടോ. വണ്ടി വെയിറ്റ് കൊണ്ട് വണ്ടിയുടെ എന്നാ പറയണ്ട എയർ ഫിൽറ്റർ കിടന്ന് അടച്ചുകൊണ്ടിരിക്കും. അപ്പം വിക്കിന് അവിടെ ഇറക്കി വിട്ട് നടന്നു വരേണ്ട അവസ്ഥയായി പോയി. വെച്ചാൽ അവിടെ ഓക്സിജൻ കുറവായതുകൊണ്ട് നടക്കാനും പറ്റാത്തില്ല, ഭയങ്കര റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ ഐഡിയ ഉള്ളൂ, പുറകിലത്തെ ലഗേജില്ലേ, ലഗേജ് ഇവിടെ ഇറക്കി വെക്കുക. ഇവിടെ ഇറക്കി വെച്ചിട്ട് പോയിട്ട് വരുമ്പോൾ ക്യാരി ചെയ്യുക, അല്ലാതെ വേറെ വഴിയേ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഉംബ്ലിംഗ്ല പാസ് പോകുന്ന വഴി. എനിക്ക് ഒത്തിരി ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ലെവൽ ഒത്തിരി കുറവാണ്, ഓക്സിജനേ ഇല്ല. ഞങ്ങൾ ഓക്സിജൻ ബാഗ് കരുതിയിട്ടുണ്ടെന്നാലും. അപ്പം ഇത് അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട്? ശ്വാസം മുട്ടുന്നുണ്ടോ? നല്ല ശ്വാസം മുട്ടലല്ലേ? ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. മുഖം മൊത്തം എന്നാ പറയണം, മൊത്തം പിടിച്ച് വലിക്കുന്ന ഒരവസ്ഥയാട്ടോ. 19,100 അടി ഫീറ്റായെന്ന് തോന്നി ഇപ്പോൾ ഞങ്ങൾ ഏകദേശം. ഇനി ഏകദേശം 200 അടിയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചാകത്തില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ലോകത്തിലെ ഹൈയസ്റ്റ് മോട്ടറബിൾ റോഡിൽ ഓടിച്ചെന്നുള്ള പേര് ഞങ്ങൾക്ക് കിട്ടും. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്.